ഡെവലപ്മെൻറ്റ് ഓഫ് ഇക്കണോമിക് തോട്ടിൻ്റെ ഫോർത്ത് മൊഡ്യൂളായിട്ടുള്ള ഇന്ത്യൻ ഇക്കണോമിക് തോട്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു തരത്തിലുള്ള ഇക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ആൻഷ്യൻ്റ് കാലം മുതൽ തന്നെ നിലവിലുള്ളൊരു കാര്യമാണ്. അതായത് എല്ലായിടത്തും ഈ ഇക്കണോമിക് പ്രോബ്ലംസ് എല്ലാ ആളുകളെയും ബാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ത്യയിലും പലതരത്തിലുള്ള സാമ്പത്തിക ചിന്തകൾ, അതായത് ഇക്കണോമിക് ആയിട്ടുള്ള പലതരത്തിലുള്ള കൺസെപ്റ്റുകൾ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ തന്നെ ഒരുപാട് തരത്തിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റഡി ചെയ്യാനും വേണ്ടിയിട്ട് തുടങ്ങിയത്. സോ ഇന്ത്യൻ ഇക്കണോമിക് റൈറ്റിംഗ്സ് ഫോക്കസ് ഓൺ മോർ ഓൺ ഡിസ്ക്രൈബിങ് റിയാലിറ്റി റാദർ ദാൻ അനലൈസിങ് ഇറ്റ്. അതായത് ഇന്ത്യയിലെ ഇക്കണോമിക് റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് റിയാലിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി അത് അനലൈസ് ചെയ്യണം, അതായത് വിവരിക്കുന്നതിലാണ് കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക്സ് പ്രയോറിറ്റൈസ് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ഓവർ തിയറട്ടിക്കൽ അനാലിസിസ്. അവർ കുറച്ചുകൂടി പ്രാക്ടിക്കൽ സൊല്യൂഷൻസാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു തിയറട്ടിക്കൽ അനാലിസിസിലേക്ക് പോവാതെ. അതുപോലെ ഇന്ത്യൻ തിങ്കേഴ്സ് എന്ന് പറയുന്നത് സി ഇക്കണോമിക്സ് ഇസ് എ വേ ടു അഡ്രസ് പോവേർട്ടി ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ്, നോട്ട് ജസ്റ്റ് അബൌട്ട് വെൽത്ത്. അതായത് ഇന്ത്യയിലുള്ള ചിന്തകർ എന്ന് പറയുന്നത് ഇക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളൊരു ശാസ്ത്രത്തെ ദാരിദ്ര്യത്തെയും അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നങ്ങളെയും ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യുന്നതിനുള്ളൊരു മാർഗ്ഗമായിട്ടാണ് കാണുന്നത്, അല്ലാതെ ഒരു വെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമായിട്ടല്ല പറയുന്നത്. സോ ഇന്ത്യൻ എക്കണോമിക് തോട്ട്സ് ഈസ് ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ പൊളിറ്റിക്സ് ഡ്യൂ ടു കൊളോണിയൽ ഹിസ്റ്ററി ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആക്ടിവിസം. അതായത് ഇന്ത്യയിൽ കൊളോണിയൽ ചരിത്രവും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള പലതരത്തിലുള്ള ആക്ടിവിസവും കാരണമൊക്കെ തന്നെ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരുപാട് ഇക്കണോമിക് തോട്ട്സിനെയൊക്കെ തന്നെ പൊളിറ്റിക്സ് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ എക്കണോമിക്സ് ബിലീവ് എത്തിക്സ് ആൻഡ് എക്കണോമിക്സ് കാനോട്ട് ബി സെപ്പറേറ്റഡ്, ദേ ആർ ഇൻ്റർവൈൻഡ്. അതായത് എപ്പോഴും അവർ എത്തിക്സ് റിലേറ്റ് ചെയ്തിട്ട്, അതായത് ധാർമ്മികത റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സാമ്പത്തിക ശാസ്ത്രം കൊണ്ടുപോരുന്നത്. അപ്പോൾ ഇതൊരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ Indian economists emphasize providing equal opportunities for everyone rather than just survival of the strongest. അതായത് നമുക്കറിയാം, ഒരു സർവൈവൽ എന്ന് പറയുന്നത് ഫിറ്റസ്റ്റിന് വേണ്ടി മാത്രമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അവരെല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി, തുല്യമായിട്ടുള്ള അവസരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അവരുദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ശാസ്ത്രം എന്നതിന് അല്ലെങ്കിൽ മറ്റൊന്നിനേക്കാളും ക്ഷേമം, സാമൂഹ്യനീതി, എത്തിക്സ് റിലേറ്റ് ചെയ്ത കാര്യങ്ങളിലേക്കാണ് അവർ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ എക്കണോമിക് തോട്ടിൻ്റെ കുറച്ചുകൂടി എന്താ പറയുക, ഒരു ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. സോ പലതരത്തിലുള്ള ആൻഷ്യൻ നിന്നൊരു മോഡേൺ പീരീഡിലേക്ക് എത്തുമ്പോഴേക്കും ഇന്ത്യൻ എക്കണോമിക് തോട്ട് എങ്ങനെ മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ പലതരത്തിലുള്ള ചിന്തകരിലൂടെ ഈ ഒരു കാര്യം നോക്കുന്നത്. ആൻഷ്യൻറ്റ് ഇന്ത്യൻ എക്കണോമിക് തോട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, പുരാതനമായിട്ട് ഇന്ത്യയിലുണ്ടായിരുന്ന സാമ്പത്തിക ആശയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വേദങ്ങളിലൂടെ, ഉപനിഷത്തുകളിലൂടെ, ഇതിഹാസങ്ങളിലൂടെ, പലതരത്തിലുള്ള സ്മൃതീസിലൂടെയൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ കൗട്ടില്യൻ്റെ അർത്ഥശാസ്ത്രം തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ഗ്രന്ഥങ്ങളിലും ഇത്തരത്തിലുള്ള എക്കണോമിക് തോട്ടുകളൊക്കെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, പഴയ കാലത്തുള്ള ആൻഷ്യൻ പീരീഡിലുള്ള തിങ്കേഴ്സിന് എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഇക്കണോമിക്സ് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, അവർ മൊത്തത്തിൽ ഈ ഒരു കാര്യത്തെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ റെഫേർഡ് ദ സ്റ്റഡി ഓഫ് നാഷണൽ എക്കോണമി ആസ് വാർത്ത. അപ്പോൾ വാർത്ത എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ദേശീയമായിട്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥയെ അവർ അല്ലെങ്കിൽ ഒരു പഠനത്തെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ജീവിതവും ആശയങ്ങളും ഒക്കെ തന്നെ പലതരത്തിലുള്ള എത്തിക്സ് ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള മൂല്യങ്ങൾ, അതുപോലെ നമ്മൾ ഈ പറയുന്ന തത്വചിന്ത, സാഹിത്യം എന്നിവയിലൊക്കെ തന്നെ ഇടകലർന്നിട്ടാണ് നമ്മുടെ ആൻഷ്യൻ ഇന്ത്യൻ എക്കണോമിക് തോട്ട് പോയിക്കൊണ്ടിരുന്നത്. സോ നമുക്കറിയാം, ഹാർഡ് വർക്ക്, മോഡറേഷൻ, ഇൻഡിവിജ്വലിൻ്റെ ഫ്രീഡം ആസ് വേർച്യൂസ്, ക്രിയേറ്റിംഗ് എ സിസ്റ്റം ഫോർ മ്യൂച്വൽ ചെക്സ് ആൻഡ് ബാലൻസ് എന്നുള്ള രീതിയിലാണ്. അതായത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരിക, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക, ഒരു സംവിധാനം സൃഷ്ടിക്കുക, അതുപോലെ സമൂഹം എന്ന് പറയുന്ന ഒരു ടോട്ടൽ ഒരു ബാലൻസിൽ കൊണ്ടുപോകുക എന്നുള്ളതൊക്കെയാണ് ആൻഷ്യൻ ഇക്കണോമിക് തോട്ടുള്ള ഇന്ത്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിലുള്ള കൗടില്യനെ കുറിച്ചിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ചാണക്യൻ എന്നറിയപ്പെടുന്ന കൗടില്യ ചന്ദ്രഗുപ്ത മൗര്യരുടെയൊക്കെ തന്നെ മുഖ്യമന്ത്രിയായിട്ടാണ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലുണ്ടായിരുന്ന പൊളിറ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇക്കണോമിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ തിയറീസിനെയൊക്കെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറീസ് അത്രയും സിഗ്നിഫിക്കൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് വർക്കായിട്ടുള്ള അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ആൻഷ്യൻ ആ ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയ, സാമ്പത്തിക തിങ്കിങ്ങിൻ്റെ അല്ലെങ്കിൽ തോട്ട്സിൻ്റെ ഒക്കെ തന്നെ എല്ലാതരം മാനങ്ങളും ഉൾക്കൊള്ളുന്നു എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആശയങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ഇക്കണോമിക് ഐഡിയാസ് ഓഫ് കൗട്ടില്യ എന്ന് പറയുന്നത് ഒരു 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതാണ് നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വെൽത്ത് ഈസ് വൺ ഓഫ് ലൈഫ്സ് പ്രൈമറി ഗോൾസ് അലോങ് സൈഡ് ചാരിറ്റി, ലവ് ആൻഡ് ലേവേഷൻ. അതായത്
നമ്മൾ ഈ പറയുന്ന വെൽത്ത് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവുമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ടാണ് അദ്ദേഹം കണക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സ്നേഹം, രക്ഷ, ചാരിറ്റി എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അതിൻ്റെയൊക്കെ ഒപ്പം തന്നെയായിരുന്നു ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് അദ്ദേഹം വെൽത്തിനെ കണ്ടെത്തിയിരുന്നത്. അതുപോലെ അർത്ഥ എൻകമ്പോസസ് വെൽത്ത്, പ്രോപ്പർട്ടി ആൻഡ് റിസോഴ്സസ്. അതായത് അർത്ഥം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സമ്പത്ത്, സ്വത്ത്, വിഭവങ്ങൾ എന്നിവ രീതിയിലാണ് ഉൾക്കൊള്ളുന്നത്. മെറ്റീരിയൽ വെൽത്ത് ഈസ് ക്രൂഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്, ഇൻഡിവിജ്വൽ വെൽബീയിങ് ആൻഡ് സ്പിരിച്വൽ ഫുൾഫിൽമെൻറ്റ്. അപ്പോൾ മെറ്റീരിയൽ വെൽത്ത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിഗതമായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്ഷേമം ഉറപ്പാക്കുക, ഒരു സോഷ്യൽ സ്ട്രക്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ടോട്ടലി പൂർത്തീകരിക്കുന്നത് ഈ നമ്മൾ പറയുന്ന മെറ്റീരിയൽ വെൽത്തിലൂടെയാണ്. വെൽത്ത് അക്യുമുലേഷൻ ഷുഡ് ബി ലോഫുൾ ആൻഡ് യൂസ്ഡ് ഫോർ ഫാമിലി സപ്പോർട്ട് ആൻഡ് ചാരിറ്റി, സെർവിങ് ആസ് ദ സേഫ് ഗാർഡ് ഡ്യൂറിങ് ഫെമൈൻസ്. അപ്പോൾ സമ്പത്ത് എന്ന് പറയുന്നത് ശേഖരിക്കുന്നത് ലോഫുൾ ആയിരിക്കണം, അതായത് വളരെയധികം നമ്മൾ പറയുക എത്തിക്സോട് കൂടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള രീതിയിലായിരിക്കണം സമ്പത്ത് ശേഖരിക്കേണ്ടത്. ഒരു കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത് നിർത്താനും അതുപോലെ പലതരത്തിലുള്ള ചാരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഈ സമ്പത്ത് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്ഷാമകാലം ഉണ്ടാകുമ്പോൾ സംരക്ഷണമായിട്ട് നിൽക്കേണ്ടത് ഈ ഒരു വെൽത്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ട്രേഡ് ആർ ഫണ്ടമെൻ്റൽ ഫോർ ജനറേറ്റിംഗ് വെൽത്ത്. കൃഷി, മൃഗസംരക്ഷണം, അതുപോലെ ട്രേഡ് എന്നൊക്കെ പറയുന്നതൊക്കെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള മാർഗ്ഗങ്ങളായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അഗ്രികൾച്ചർ ഹോൾഡ്സ് എ പ്രിവിലേജ്ഡ് പൊസിഷൻ വിത്ത് സ്റ്റേറ്റ് സപ്പോർട്ട് ഫോർ ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. കൃഷിക്ക് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ തന്നെ ഒരു ഡെവലപ്മെൻറ്റിന് സ്റ്റേറ്റിൻ്റെ ഒരു പിന്തുണ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക പദവി ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെവൻത്ത് വൺ എന്ന് പറയുന്നത് ലാൻഡ്സ് വാല്യൂ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് ഫെർട്ടിലിറ്റി ആൻഡ് ലാൻഡ് റവന്യൂ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻകം സോഴ്സ് ഫോർ ദി സ്റ്റേറ്റ്. അപ്പോൾ ഭൂമിയുടെ ഒരു വാല്യൂ നിർണ്ണയിക്കുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ ഫെർട്ടിലിറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കൂടാതെ ഒരു ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് സ്റ്റേറ്റിന് ലഭിക്കുന്ന ഒരു പ്രധാന വരുമാന സ്രോതസ്സാണെന്നാണ് കൗടില്യ പറഞ്ഞു വയ്ക്കുന്നത്. എയ്ത്ത് വൺ എന്ന് പറയുന്നത് കൗടില്യ അഡ്വക്കേറ്റഡ് ഫോർ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ സർട്ടൻ ഇൻഡസ്ട്രീസ് ആൻഡ് ദ റെഗുലേഷൻ ഓഫ് ട്രേഡ് ടു എൻഷോർ ഫെയർ പ്രൈസിങ് ആൻഡ് പ്രിവെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ന്യായമായിട്ടുള്ള രീതിയിലൊരു വില ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും ചൂഷണം തടയാനൊക്കെ വേണ്ടിയിട്ട് ഈ അഗ്രികൾച്ചറിലോ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഇടപെടൽ വേണമെന്നും പലതരത്തിലുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ വേണമെന്നൊക്കെ തന്നെ കൗടില്യം വാദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സ്വകാര്യമായിട്ടുള്ള സ്വത്തവകാശത്തെയൊക്കെ തന്നെ പിന്തുണയ്ക്കുകയും അതുപോലെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ എന്ന് പറയുന്നതൊക്കെ തന്നെ നിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ വേണമെന്നും അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. Taxation should be fair and not overly burdened to some with the state promoting economic welfare. സോ നമുക്കറിയാം അദ്ദേഹം ടാക്സാഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സംസ്ഥാനം എന്ന് പറയുന്നത് നികുതി എന്ന് പറയുന്നത് കുറച്ചുകൂടി ന്യായമായിരിക്കണം ആളുകൾക്കിടയിൽ. അതായത് ആരാണോ ടാക്സ് പേ ചെയ്യുന്നത് അവർക്കൊരു അമിതഭാരം ആവുന്ന രീതിയിലൊന്നും സംസ്ഥാനം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യരുത്, നികുതി ചുമത്തരുതെന്ന് പറഞ്ഞു. അതുപോലെ പോവേർട്ടിയിൽ നിന്നുള്ള ഒരു സംരക്ഷണം നൽകണമെന്നും സമ്പത്തിൻ്റെ വെൽത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം, ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പദ്ധതികളും സബ്സിഡികളും കൊണ്ടുവരണം, കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇക്കണോമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ സ്റ്റേറ്റിന് നിയന്ത്രിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ഇൻഡസ്ട്രീസിലാവട്ടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുണ്ടാവുന്ന ട്രേഡിനുണ്ടാവുന്ന നിയന്ത്രണത്തിലാവട്ടെ ഒക്കെ തന്നെ ഗവൺമെൻറ്റിന് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് കൗടില്യ എന്ത് ചെയ്യുന്നുണ്ട്, വാദിക്കുന്നുണ്ട്. അത് വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന നല്ല രീതിയിൽ നിർണ്ണയിക്കണമെന്നും എക്സ്പ്ലോയിറ്റേഷൻ കുറയ്ക്കണമെന്നൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. സ്വകാര്യ സ്വത്തവകാശത്തെ പിന്തുണയ്ക്കുന്നുണ്ട്, പലിശ നിരക്ക് നിയന്ത്രിക്കുന്നുണ്ട്, നികുതി ചുമത്തുന്നത് ന്യായവും അതുപോലെ തന്നെ അമിത ഭാരമായി തീരരുതെന്നും സാമ്പത്തിക ക്ഷേമം ഒരു സ്റ്റേറ്റ് പ്രോത്സാഹിപ്പിക്കണമെന്നും പോവേർട്ടിയിൽ നിന്നുള്ള സംരക്ഷണം നൽകണമെന്നും സമ്പത്ത് എന്ന് പറയുന്നത് തുല്യമായിട്ടുള്ള രീതിയിൽ വിതരണം ചെയ്യണമെന്നും പോവേർട്ടിയിൽ നിൽക്കുന്ന ആളുകൾക്ക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് കൊടുക്കണമെന്നൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇക്കണോമിക് ഐഡിയാസ് എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇതൊരിക്കലും മറക്കരുത് കേട്ടോ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിരുവള്ളുവറിനെ കുറിച്ചിട്ടാണ്. തിരുവള്ളുവരെ കുറിച്ചിട്ട് നിങ്ങൾ തിരുക്കുറൽ കേട്ടിട്ടുണ്ടാവും, അല്ലാതെ നമ്മൾ തിരുവള്ളുവരെ കുറിച്ചിട്ട് അധികം പഠിക്കാറില്ല. സോ യുഗത്തിലുണ്ടായിരുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു തമിഴ് കവിയും തത്വചിന്തകനും ഒക്കെ ആയിരുന്നു തിരുവള്ളുവർ എന്ന് പറയുന്നത്. തിരുക്കുറൽ എന്ന് പറയുന്ന ഒരു റൈറ്റിങ്ങിലൂടെ ഒരു കൃതിയിലൂടെയാണ് തിരുവള്ളുവർ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആശയങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
Tiruvallur envisioned a self-sufficient and prosperous economy, resembling a welfare state where citizens are free from hunger, disease and fear. അതായത് പട്ടിണി, രോഗം, ഭയം എന്നിവയിൽ നിന്നൊക്കെ തന്നെ ഓരോ സിറ്റിസനും മോചനം നൽകുന്ന രീതിയിലുള്ള ഒരു വെൽഫെയർ ആയിട്ടുള്ള ഒരു നേഷൻ, ക്ഷേമ രാഷ്ട്രം പോലുള്ള ഒന്നിനെ എത്തിക്കണമെന്ന് തിരുവള്ളൂർ പറയുന്നുണ്ട്. ഒരു സ്വയം പര്യാപ്തവും സമൃദ്ധവുമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ തിരുവള്ളൂർ വിഭാവനം ചെയ്യുന്നുണ്ട്. കൃഷിയാണ് സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയൊരു സെൻറ്റർ എന്നുള്ളതിൽ ഒരു ആണിക്കല്ലായിട്ട് അദ്ദേഹം പറയുന്നത്. കർഷകരും ഇൻ്റലക്ച്വൽസും മുതലാളിമാരൊക്കെ തന്നെ ഇതിൻ്റെ ഒരു സുപ്രധാന ഘടകങ്ങളാണെങ്കിലും ക്യാപിറ്റൽ രൂപീകരിക്കുന്നതിനും അതുപോലെ വെൽത്ത് അല്ലെങ്കിൽ സമ്പാദ്യത്തിനും ഒക്കെ തന്നെ തിരുവള്ളുവർ ഊന്നൽ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലവുകൾ നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളിലും ചിലവുകൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പരിമിതമായിട്ടുള്ളൊരു വരുമാനം പോലും വളരെയധികം സ്വീകാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് വേണമെന്നും സ്ട്രെസ്സിങ് ദാറ്റ് ലിമിറ്റഡ് റവന്യൂസ് ആൻഡ് അക്സെപ്റ്റബിൾ ഇഫ് എക്സ്പെൻഡിച്ചർ ആർ കൺട്രോൾഡ് എന്നാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞത്. അതുപോലെ തിരുവള്ളുവർ ഒപ്പോസ് ഡിപ്പെൻഡൻസി ഓൺ എക്സ്റ്റേണൽ എയ്ഡ് പ്രൊമോട്ടിങ് സെൽഫ് റിലയൻസ്, അതായത് എക്സ്റ്റേണൽ എയ്ഡിലും സെൽഫ് റിലയൻസിലും ഒക്കെ തന്നെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. He considered freedom from hunger a fundamental right, considering poverty and hoarding. അതുപോലെ തിരുവള്ളുവർ believed wealth should serve as means of an end, not end itself. It rejected compulsory taxes. കമ്പൽസറി ആയിട്ടുള്ള ടാക്സസ് റിജക്റ്റ് ചെയ്യുകയും വെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ എൻഡ് എന്നാണ്, ഇറ്റ് സെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി എൻവിഷൻഡ് എ പീസ്ഫുൾ പ്രോസ്പെറസ് സ്റ്റേറ്റ് വിത്ത് അബണ്ടൻറ്റ് വെൽത്ത്, അതായത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള വളരെ സമൃദ്ധമായിട്ടുള്ള ഒരു സമ്പത്തും നല്ല വിളകളും ഒക്കെ ഉണ്ടാവും, നല്ല സന്തോഷവും ആരോഗ്യവും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്ന രീതിയിലൊരു നേഷനെയാണ് അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഫെയ്ത്ത് ഇൻ ഗോഡ്, ഇക്കണോമിക് റിസോഴ്സസ്, സ്പിരിച്വൽ ലീഡർഷിപ്പ് ആൻഡ് അതറൻ ടു മോറൽ ലോസ് ആൻഡ് പില്ലേഴ്സ് ഓഫ് ദ സക്സസ്ഫുൾ സൊസൈറ്റി. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെയൊക്കെ തന്നെ നെടുംതൂണായിട്ട് നമ്മൾ പറഞ്ഞത് ദൈവത്തിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഭവങ്ങൾ, ആത്മീയമായിട്ടുള്ള പലതരത്തിലുള്ള നേതൃത്വം, ധാർമ്മികമായിട്ടുള്ള നിയമങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാലിക്കുന്നതിലൂടെ നല്ലൊരു സമൂഹത്തിൻ്റെ നെടുംതൂണായിട്ട് പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് തിരുവള്ളുവർ. കൃഷിയുടെ മേലുണ്ടാവുന്ന ഒരു ആധിപത്യത്തെക്കുറിച്ച്, അതായത് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു മേജറായിട്ടുള്ള ഒന്നായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റു തൊഴിലുകളെക്കാൾ അതിൻ്റെ ഒരു ശ്രേഷ്ഠതയും ഒക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറാണ് എപ്പോഴും ഒരു സമൂഹത്തിൻ്റെ നെടും തൂണായിട്ട് അദ്ദേഹം പറയുന്നത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ബ്രിട്ടീഷ് കൊളോണിയലിസവും ആൻഡ് ഇന്ത്യൻ എക്കോണമീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കൗട്ടില്യൻ്റെ ഇക്കണോമിക് ഐഡിയാസിനെ കുറിച്ചിട്ടും അതുപോലെ തിരുവള്ളുവറിൻ്റെ ഇക്കണോമിക് ഐഡിയാസിനെ കുറിച്ചിട്ടും പറഞ്ഞു. അപ്പോൾ ഈ മേജർ പോയിൻറ്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക. ഒരു എസ്സേ ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാലും ഈ മേജർ പോയിൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. So British colonialism in India was characterized by political subordination and economic exploitation. അപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ സബോർഡിനേഷനാണ്, രാഷ്ട്രീയമായിട്ടുള്ളൊരു കീഴ്വഴക്കവും അതുപോലെ എക്സ്പ്ലോയിറ്റേഷനുമാണ്, സാമ്പത്തികമായിട്ടുള്ളൊരു ചൂഷണവുമാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അണ്ടറിൽ അവരുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടമായിട്ടും ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കളുടെ വിപണിയായിട്ടും മാറ്റുക, അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷ് അവരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഈ ഒരു ചൂഷണം എന്ന് പറയുന്നത് പല രീതിയിലാണ്, അതായത് ഓരോന്നും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഏത് രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 3 സ്റ്റേജസ് ആണ് പറയുന്നത്. ഒരു മെർക്കൻറ്റലിസം, അല്ലെങ്കിൽ ഒരു 1757 to 1813 വരെയുള്ള ഒരു കാലഘട്ടവും, അതുപോലെ 1813 മുതൽ 1858 വരെയുള്ള രണ്ടാമത്തെ ഒരു കാലഘട്ടവും, അതുപോലെ തന്നെ 1860 മുതലുള്ള മറ്റൊരു കാലഘട്ടത്തെക്കുറിച്ചിട്ടാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കാലഘട്ടം എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയലിസം എന്നാണ്. അപ്പോൾ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ഒരു ആദ്യഘട്ടം എന്ന് പറയുന്നത് 1757 മുതൽ 1813 വരെയുള്ള ഒരു നീണ്ടു നിന്നിട്ടുള്ള ഒരു ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ആദ്യഘട്ടത്തിൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം മാക്സിമം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തിച്ചത് തന്നെ ഇന്ത്യയിൽ നിന്ന് മാക്സിമം വരുമാനം ഉണ്ടാക്കുക എന്നത് കൂടിയിട്ടാണ്. അപ്പോൾ വ്യാപാരം, അതായത് ട്രേഡിൻ്റെ മറവിൽ ഇംഗ്ലണ്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് കമ്പനി നേരിട്ട് ഇന്ത്യൻ വിഭവങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ജനങ്ങളുടെയൊക്കെ തന്നെ കാര്യങ്ങൾ, ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു തരത്തിലുള്ള ക്ഷേമത്തിനും പരിഗണന നൽകാതെ ബ്രിട്ടീഷ് ഖജനാവ് ഏറ്റവും നന്നായിട്ട് പോഷിപ്പിക്കുക അല്ലെങ്കിൽ സമ്പുഷ്ടമാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ സമ്പത്ത് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തെയാണ് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്വതന്ത്ര വ്യാപാരത്തിൻ്റെ ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്.
1813 മുതൽ 1858 വരെയുള്ള ഒരു ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യാപാര നയമാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ കമ്പനി അവരുടെ കുത്തക എന്ന് പറയുന്ന ഒരു സംഭവം അവസാനിപ്പിക്കുകയും അസംസ്കൃത വസ്തുക്കളുടെ പ്രധാന സ്രോതസ്സായിട്ട് ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കളുടെ ലാഭകരമായിട്ടുള്ളൊരു വിപണിയായിട്ടും ഇന്ത്യ ആ ഒരു സമയത്ത് രൂപാന്തരപ്പെട്ടു വന്നു. അപ്പോൾ അവരുടെ ഒരു കുത്തകയാണ് ഇതിലൂടെ കാണുന്നത്. ഇന്ത്യൻ കാർഷിക ഒരു വാണിജ്യവൽക്കരണത്തിനും അതുപോലെ പലതരത്തിലുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസിനും ഡീസെൻട്രലൈസേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം സാക്ഷ്യം വഹിച്ചു എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് നയങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിഭവങ്ങൾ എത്രമാത്രം ചൂഷണം ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ചൂഷണം ചെയ്യുക, ഇന്ത്യൻ വിപണിയിൽ നിന്ന് എത്രമാത്രം സാധനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ പറയുന്ന ബ്രിട്ടനിലേക്ക് എത്രമാത്രം കയറ്റുമതി ചെയ്യാൻ പറ്റുമോ അത്രയും കയറ്റുമതി ചെയ്യുക, അത് ഏറ്റവും നല്ല രീതിയിൽ സുഗമമാക്കുക. അതുപോലെ ബ്രിട്ടീഷ് സാമ്പത്തിക ആധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ ഉപഭൂഖണ്ഡത്തിൽ ഉറപ്പിക്കുക എന്നുള്ള കാര്യങ്ങളാണ് രണ്ടാം ഘട്ടമായിട്ടുള്ള ഫ്രീ ട്രേഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. തേർഡ് ഫേസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഫിനാൻസ് ഇമ്പീരിയലിസം എന്നാണ്. അതായത് സാമ്പത്തികമായിട്ടൊരു സാമ്രാജ്യത്വം അവരുണ്ടാക്കിയെടുക്കുകയാണ് 1860 മുതൽ ചെയ്തത്. ഈ തേർഡ് ഫേസിൽ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ മൂന്നാം ഘട്ടത്തിൽ 1860 തുടങ്ങിയിട്ട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത് വരെ ആ ഒരു കാലഘട്ടം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. ഒരു ധനസാമ്രാജ്യത്വം, അതായത് ഇമ്പീരിയലിസം ഇൻ ഫിനാൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ളൊരു യുഗത്തിന് തുടക്കമിട്ടത് ഈ ഒരു കാലഘട്ടമായിരുന്നു. ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും അതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറയുന്നത് വികസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വ്യാവസായികമായിട്ടുള്ള പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയും ബ്രിട്ടീഷ് ഒരു ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമി ആക്കി മാറ്റുകയും ചെയ്തു. ബ്രിട്ടീഷിൻ്റെ മൂലധനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കൂടുതലായിട്ട് നിക്ഷേപിക്കപ്പെടുകയും ബ്രിട്ടൻ്റെ വ്യാവസായിക വളർച്ചയ്ക്ക് ഒരു ഇന്ധനം നൽകുക അല്ലെങ്കിൽ അതിനൊരു ബൂസ്റ്റ് ചെയ്യുന്ന പോലെ തരത്തിലുള്ള കാര്യങ്ങളാണ് ബ്രിട്ടീഷ് നിക്ഷേപങ്ങൾ ഇന്ത്യയുടെ വിഭവങ്ങളിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടലായിട്ട് ഇന്ത്യയെ മാക്സിമം സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ ചൂഷണം ചെയ്യുകയും അതിൻ്റെ ആഴം കൂടുന്നതൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു സർക്കിൾ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടൊരു ഭൂപ്രകൃതി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ ഇന്ത്യനെ ആ രീതിയിലേക്ക് ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു തേർഡ് ഫേസിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് നമ്മൾ പറയുന്ന തരത്തിലുള്ള 3 കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷിൻ്റെ അണ്ടറിൽ എങ്ങനെയായിരുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഒരു 3 ഫേസസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണലിസ്റ്റ് റെസ്പോൺസ് ആൻഡ് സ്വദേശി മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ആണ്. എന്താണ് സ്വദേശി മൂവ്മെൻറ്റ്? എപ്പോഴും ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 10 മാർക്കും 2 മാർക്കൊക്കെ ഡിസ്കസ് ചെയ്തിരുന്ന സമയത്ത് ചോദിച്ചിട്ടുള്ള ഒന്നാണ് സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ സോട്ട് ഇൻഡിപെൻഡൻസ് ഫ്രം ഗ്രേറ്റ് ബ്രിട്ടൻ യുണൈറ്റിംഗ് പീപ്പിൾ അക്രോസ് ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ് എന്ന്. അപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന പലതരത്തിലുള്ള ദേശീയമായിട്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം തേടുകയും വൈവിധ്യമാർന്നുള്ള പലതരത്തിലുള്ള പശ്ചാത്തലത്തിൽ ബാക്ക്ഗ്രൗണ്ടിലേക്കുള്ള ആളുകളെ ഒന്നിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം എന്ന് പറയുന്നത് സാമൂഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പലതരത്തിലുള്ള മാറ്റങ്ങളിലേക്കാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു മധ്യവർഗം എന്ന് പറയുന്നത് ഉയർന്നു വരികയും ആ ഒരു സമയത്ത് അവരുടെ ഉയർച്ച എന്ന് പറയുന്നത് കൂടുതലാവുകയും മറ്റ് രാഷ്ട്രീയം അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ക്ലാസ്സുകൾക്കിടയിൽ രാഷ്ട്രീയമായിട്ടുള്ളൊരു അവബോധം വളർത്താനൊക്കെ തന്നെ ബ്രിട്ടീഷ് കൊളോണിയലിസം കാരണമായെന്ന് പറയുന്നു. 1885 സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് വരികയും ഒരു സ്വയം ഭരണം ഉറപ്പാക്കണമെന്നും സാമൂഹികമായിട്ടുള്ള പലതരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാവണമെന്നൊക്കെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വേദിയായിട്ട് മാറിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. 1905 ഉണ്ടായിരുന്ന ഒരു ബംഗാൾ വിഭജനം എന്ന് പറയുന്നത് പലതരത്തിലുള്ള തീവ്ര ദേശീയ വികാരങ്ങളൊക്കെ തന്നെ തീവ്രമാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പറയുന്ന സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്ന സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് തിരികൊളുത്തുകയാണെന്ന് പറയാം. അതുപോലെ വിദേശമായിട്ടുള്ള ഇറക്കുമതി എന്ന് പറയുന്നത് അതായത് ഏറ്റവും കൂടുതൽ നമുക്കറിയാം ബ്രിട്ടൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളായിരുന്നു. അപ്പോൾ നമ്മുടെ ഇങ്ങോട്ടുള്ള ഇമ്പോർട്ടിങ് എന്ന് പറയുന്നത് കുറയ്ക്കുകയും നമ്മൾ ഈ പറയുന്ന ബ്രിട്ടീഷ് ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ബഹിഷ്കരിക്കുകയും ചെയ്തിട്ടാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. നമുക്കറിയാം ബ്രിട്ടീഷ് പ്രൊഡക്ട്സിനെ ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഇൻഡിപെൻഡൻസിലേക്ക് നയിക്കാനും ഒരു ഇക്കണോമിക് ആയിട്ടുള്ള രീതിയിലൊന്ന് ഡെവലപ്പ് ചെയ്ത് വരാനും ഒക്കെ തന്നെ പലതരത്തിൽ കാരണമായിട്ടുള്ള ഒന്നാണ് സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്.
മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഡിസ്ക്രൈബിംഗ് ദ മൂവ്മെൻറ്റ് ആസ് ദ സോൾ ഓഫ് സ്വരാജ് ഓർ സെൽഫ് റൂൾ, അഡ്വക്കേറ്റിംഗ് ഫോർ നോൺ കോപ്പറേഷൻ ഇൻ സത്യാഗ്രഹ. അതായത് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് നിസ്സഹകരണത്തിനും അതുപോലെ സത്യാഗ്രഹത്തിനും വേണ്ടി വാദിച്ചുകൊണ്ട് പ്രസ്ഥാനത്തെ സ്വരാജ് അല്ലെങ്കിൽ സ്വയം ഭരണം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു സോളായിട്ടാണ് അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ പറയുന്ന സ്വദേശി മൂവ്മെൻറ്റ്സിൽ പലതരത്തിലുള്ള സംരംഭങ്ങൾ സ്ഥാപിക്കുകയും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും പലതരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ തന്നെ ഇതിൻ്റെ ലീഡേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു സ്വയം പര്യാപ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇന്ത്യ മാറണമെന്നും ഓരോ ഗ്രാമങ്ങൾ മാറണമെന്ന് പറഞ്ഞിട്ട് ഗ്രാമീണർ എന്ത് ചെയ്തു, തുണി നിർമ്മാണത്തിലും മറ്റ് വ്യവസായങ്ങളിലൊക്കെ തന്നെ പങ്കാളികളാകുന്ന രീതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സ്വദേശി മൂവ്മെൻറ്റാണ് കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യനെ കൊളോണിയൽ വിരുദ്ധത അല്ലെങ്കിൽ ഇന്ത്യയിലൊരു കൊളോണിയൽ വിരുദ്ധത നയത്തിലേക്ക് എല്ലാവരെയും എത്തിക്കാൻ വേണ്ടിയിട്ട് കാരണമായതും സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതും ഒക്കെ തന്നെ ഈ ഒരു സ്വദേശി മൂവ്മെൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ ഇന്ത്യൻ ഇക്കണോമിക് തോട്ടിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ ആൻഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കൗട്ടില്യൻ എന്ത് പറഞ്ഞു, തിരുവള്ളുവർ എന്ത് പറഞ്ഞു, അതിനുശേഷം ബ്രിട്ടീഷ് കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇക്കണോമിക് ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, സ്വദേശി മൂവ്മെൻറ്റ് വന്ന ശേഷം ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി മോഡേൺ ആയിട്ടുള്ള ഇന്ത്യൻ ഇക്കണോമിക് തോട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഇൻഫ്ലുവൻസ് ഓൺ മോഡേൺ ഇന്ത്യൻ ഇക്കണോമിക് തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് സച്ച് എസ് മാസ് പോവേർട്ടി, നാഷണലിസം, ആൻറ്റി കൊളോണിയൽ സെൻറ്റിമെൻറ്റ്സ് ആൻഡ് വെസ്റ്റേൺ കോണ്ടാക്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പലതരത്തിലുള്ള മോഡേൺ ആയിട്ടുള്ള ഇന്ത്യൻ ഇക്കണോമിക് തോട്ട് വരുന്നത് പലതരത്തിലുള്ള പോവേർട്ടിയിൽ നിന്നും നാഷണലിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നുമാണ്. കൊളോണിയൽ ആശയങ്ങളോടുള്ള വിരുദ്ധതയിലൂടെയും മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളിലൂടെയാണ് മോഡേൺ ഇന്ത്യൻ ഇക്കണോമിക് തോട്ട് ഉരുത്തിരിഞ്ഞു വരുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെതായിട്ടുള്ള ഒരു ആഘാതം അല്ലെങ്കിൽ ആ ഒരു ടോട്ടലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇമ്പാക്റ്റ് തന്നെ നമുക്ക് ഒരു മോഡേൺ എക്കണോമിക് തോട്ട് ഉണ്ടായി വരാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. അതായത് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പലതരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് നയിക്കുന്ന ഇന്ത്യൻ വിഭവങ്ങളെ മാക്സിമം ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്നൊക്കെ തന്നെ ഒരു ഇക്കണോമിക് തോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ശശി തരൂരിൻ്റെയൊക്കെ ഒരു സ്പീച്ച് ഉണ്ട്, ഇന്ത്യനെ എത്രത്തോളം ബ്രിട്ടീഷ് അല്ലെങ്കിൽ കൊളോണിയൽ ഭരണത്തിൽ അവർ എത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നൊക്കെ ഉണ്ട്, യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക. സോ അപ്പോൾ ആധുനികമായിട്ടുള്ള ഇന്ത്യൻ സാമ്പത്തിക ചിന്തയുടെ ഒരു സ്ഥാപകനായിട്ട് മോഡേൺ ഇന്ത്യൻ ഇക്കണോമിക് തോട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണമായിട്ടുള്ളത് ദാദാഭായ് നവറോജി, മഹാദേവ് ഗോവിന്ദ റാനഡെ, അതുപോലെ ചന്ദ്രദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെയൊക്കെ തന്നെയാണ്. അതുപോലെ പൊവേർട്ടിനെയും ഇനക്വാളിറ്റീസിനെയും ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി അവർ ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള വികസനം അല്ലെങ്കിൽ അതിന് ടോട്ടലൊരു വിശകലനം ഒക്കെ തന്നെ ഇതിലൂടെ കൊണ്ടുവരുവാനും സ്വാതന്ത്ര്യാനന്തരമായിട്ടുള്ളൊരു സാമ്പത്തികമായിട്ടൊരു പ്ലാനിങ്ങിലേക്ക് കൊണ്ടുവരാം. അതായത് ഇവരിങ്ങനെയൊക്കെ നമ്മളെ ചൂഷണം ചെയ്തു, പക്ഷെ നമ്മൾ കുറച്ചുകൂടി മാറേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ട് സ്വാതന്ത്ര്യാനന്തരം എന്തൊക്കെ തരത്തിലുള്ള പ്ലാനിങ്ങിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഡെമോക്രാറ്റിക് ഫ്രെയിം വർക്കിലുണ്ടാവുന്ന ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എക്കോണമിയെക്കുറിച്ചിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്പ്രെഡ് ആവണമെന്നും പലതരത്തിലുള്ള ഗവേഷണങ്ങളും ഈ നോളജിൻ്റെ ഒക്കെ തന്നെ സ്പ്രെഡിലേക്കും പലതരത്തിലുള്ള വഴി തുറക്കുന്നതും മോഡേൺ ഇന്ത്യൻ എക്കണോമിക് തോട്ടിലൂടെയാണ്. അങ്ങനെ ഒരു വികസിക്കുന്ന ഒരു നമ്മൾ ഈ പറയുന്ന ഒരു എക്കോണമിയിൽ പലതരത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകാനും പലതരത്തിലുള്ള പരിഹാരങ്ങൾ നൽകാനും ഒക്കെ തന്നെ ഈ മോഡേൺ ഇന്ത്യൻ എക്കണോമിക് തോട്ടിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവരുടെ ഓരോരുത്തരുടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, റാനഡെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇവർ ഓരോരുത്തരുടെയും അതായത് ഇവരൊക്കെ മോഡേൺ ഇന്ത്യൻ എക്കണോമിക് തോട്ടിന് ഏറ്റവും നല്ല സംഭാവനകൾ നൽകിയ ആൾക്കാരാണ്. ഇവരുടെ ഓരോരുത്തരുടെയും ഇക്കണോമിക് തോട്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാദാഭായ് നവറോജി was a very important person in India's history. He lived from 1825 to 1970 and worked tirelessly for India's freedom from British rule. So നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. 1825 മുതൽ 1917 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയുടെ ഒരു ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമാകുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ ഉൾപ്പെടെ പലതരത്തിലുള്ള ശ്രദ്ധേയമായിട്ടുള്ള സവിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു, പലതരത്തിലുള്ള കമ്മീഷനുകളിലൊക്കെ തന്നെ സർവീസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ തന്നെ ആരംഭിക്കുന്നതിൽ നമ്മുടെ ദാദാഭായ് നവറോജിയുടെ വലിയൊരു പങ്കുണ്ട്. 3 തവണ അദ്ദേഹം കോൺഗ്രസിനെ നയിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യക്ക് സ്വയം ഭരണം വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ദാദാഭായ് നവറോജിയാണ്. അതുപോലെ ബ്രിട്ടനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഡ്രെയിൻ തിയറി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് ഡ്രെയിൻ തിയറി എന്ന്. സോ ഡ്രെയിൻ തിയറി എന്ന് പറയുന്ന ഒരു വലിയ കാലത്തെ കൊളോണിയൽ ഭരണകാലത്ത് ആ ഒരു സമയത്ത് നിർണായകമായിട്ടുള്ള ഒരു ആശയമായിരുന്നു ഡ്രെയിൻ തിയറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച്
റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്കണോമിക് ആയിട്ടുള്ള ഐഡിയാസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നവറോജീസ് തിയറി ആർഗ്യൂഡ് ദാറ്റ് ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസീസ് വോർ ഡ്രെയിൻഡ് ഇന്ത്യസ് ഫോർ ഇറ്റ്സ് വെൽത്ത് ആൻഡ് റിസോഴ്സസ്. അതായത് നമുക്കറിയാം നവറോജിയുടെ സിദ്ധാന്തം അനുസരിച്ചിട്ട് ബ്രിട്ടീഷ് കൊളോണിയൽ നയങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമ്പത്തും വിഭവങ്ങളൊക്കെ തന്നെ വളരെയധികം ചോർത്തി കൊണ്ടുപോയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ അമിതമായിട്ടുള്ള രീതിയിൽ നികുതി കൊണ്ടുവരിക, അതുപോലെ തന്നെ പലതരത്തിലുള്ള ട്രേഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള സമ്പ്രദായങ്ങൾ കൊണ്ടുവരിക. ബ്രിട്ടനെ അതൊക്കെ എങ്ങനെ അനുകൂലിച്ചു എന്നും അതുപോലെ തന്നെ പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ചൂഷണത്തിൽ, അതായത് ഇന്ത്യനെ അത് എത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു കാരണമായി എന്നുള്ള രീതിയിലൊക്കെ തന്നെ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. അതുപോലെ ഹോം ചാർജസ് എന്നറിയപ്പെടുന്ന രീതിയിൽ അദ്ദേഹം കുറച്ച് പറയുന്നുണ്ട്. അതായത് നവറോജി എംഫസൈസ്ഡ് ദ സിഗ്നിഫിക്കൻറ്റ് ഫിനാൻഷ്യൽ ബർഡൻ ഇമ്പോസ്ഡ് ഓൺ ഇന്ത്യ ബൈ ദ ബ്രിട്ടീഷ് ഇൻക്ലൂഡിങ് ഹെവി പേയ്മെൻറ്റ്സ് ടു ബ്രിട്ടൻ നോൺ ആസ് ഹോം ചാർജസ്. അതായത് ഹോം ചാർജസ് എന്ന് പറയുന്നത് ബ്രിട്ടനിലേക്ക് നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ നിന്നാണ് മണി അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ മേലിൽ ചുമത്തിയിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യത എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹോം ചാർജസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോം കൺട്രിയിൽ അവർ ചാർജ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ബ്രിട്ടനിലേക്ക് അദ്ദേഹം പറയുകയാണെന്നുണ്ടെങ്കിൽ തട്ടിയെടുക്കുകയായിരുന്നു. ഇത് ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള വികസനത്തിന് വളരെയധികം തടസ്സമായെന്ന് പറഞ്ഞു. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു ഡിക്ലൈന് കാരണമായത് നവറോജിയുടെ പലതരത്തിലുള്ള വിശകലനങ്ങളിലൂടെയാണ്. ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത് കൊളോണിയൽ ചൂഷണത്തിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ വ്യാപകമായിട്ടുള്ള പലതരത്തിലുള്ള ഡിബേറ്റ്സിനൊക്കെ തന്നെ കാരണമായിട്ടുള്ള ഒന്നാണ് ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമാവാനൊക്കെ തന്നെ, അല്ലെങ്കിൽ നാഷണലിസം എന്നൊക്കെ പറഞ്ഞത് ഉരുത്തിരിഞ്ഞ് വരാനൊക്കെ തന്നെ ഈ തരത്തിലുള്ള ഡ്രെയിൻ തിയറിയൊക്കെ തന്നെ ഒരു കാരണമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി സെൽഫ് സഫിഷ്യൻറ്റ് റിലേറ്റ് ചെയ്തിട്ട്, അതുപോലെ ഇക്കണോമിക് ആയിട്ടുള്ള രീതിയിൽ പലതരത്തിലുള്ള ഫ്രീഡത്തെക്കുറിച്ചിട്ടൊക്കെ തന്നെ കാര്യമായിട്ടുള്ള അവബോധം നൽകുന്ന ഒന്നായിരുന്നു. അപ്പോൾ ഡ്രെയിൻ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇന്ത്യൻ സാമ്പത്തിക ചിന്തയുടെ, അതായത് ഇക്കണോമിക് തോട്ടിൻ്റെ ഏറ്റവും വലിയൊരു വശമായിട്ടാണ് പറയുന്നത്. അതുപോലെ കൊളോണിയൽ ആയിട്ടുള്ള പലതരത്തിലുള്ള ട്രഡീഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള അവരുടെ നീതിയെക്കുറിച്ചുള്ള പലതരത്തിലുള്ള ചർച്ചകളും ഇന്നും അറിയുകയും ചെയ്യുന്നു. നമ്മളീ പറയുമ്പോൾ ടോട്ടലായിട്ട് അവർ നമ്മൾ എത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്ന് ഡ്രെയിൻ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി വന്നതോട് കൂടിയിട്ട് എല്ലാവർക്കും മനസ്സിലാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഇക്കണോമിക് തോട്ട്സ് എന്ന് പറയുന്നത്. ഒരു 10 പോയിൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഡ്രെയിൻ തിയറി കൊണ്ടുവന്നതും ഇക്കണോമിക് ആയിട്ടുള്ള പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളതും, അതുപോലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കുറിച്ചിട്ടും, അതുപോലെ ഹോം ചാർജസ് എന്തായിരുന്നു എന്നും, അതുപോലെ നികുതി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇക്കണോമിക് ഐഡിയാസ് ആവും. അടുത്തത് MG റാനഡെ എന്ന് പറയുന്ന മഹാദേവ് ഗോവിന്ദ് റാനഡയെ കുറിച്ചിട്ടാണ് പറയുന്നത്. 1842 അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്ന. പലതരത്തിലുള്ള സാമൂഹ്യ പരിഷ്കരണങ്ങൾക്കും മറ്റു തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും പേര് കേട്ട ഇന്ത്യയിലെ ഒരു സുപ്രധാന വ്യക്തിയായിരുന്നു MG റാനഡെ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് റിനൈസൻസ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ എന്നാണ് MG റാനഡെനെ പറയുന്നത്. തൻ്റെ ജീവിതത്തിലുടനീളം അതുപോലെ തന്നെ ബോംബെയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. ബോംബെ ഹൈക്കോടതിയിലെ ജഡ്ജി ഉൾപ്പെടെ നിരവധി സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ഒരാളായിരുന്നു MG റാനഡെ എന്ന് പറയുന്നത്. അതുപോലെ ത്രൂ ഔട്ട് ഹിസ് ലൈഫ് റാനഡെ held several significant positions. അതുപോലെ റാനഡെ വാസ് എ staunch advocate of social reform, actively opposing practices such as child marriage and caste restrictions. അതായത് ശൈശവ വിവാഹം, ജാതി നിയന്ത്രണങ്ങൾ പോലുള്ള പലതരത്തിലുള്ള ആചാരങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ തന്നെ എതിർക്കുകയും സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി ശക്തമായിട്ട് വാദിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു റാനഡെ എന്ന് പറയുന്നത്. വിധവ പുനർവിവാഹം അല്ലെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മുന്നിട്ടിറങ്ങുകയും പരമ്പരാഗതമായിട്ടുള്ള പലതരത്തിലുള്ള സാമൂഹിക ഘടനകളെയൊക്കെ തന്നെ ആ ഒരു ഘടനയെ ഒക്കെ സത്ത നിലനിർത്തിക്കൊണ്ട് കുറച്ചൊന്ന് പരിഷ്കരിക്കുക. അതായത് പലതരത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊന്ന് പരിഷ്കരിക്കാൻ വേണ്ടി ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ കോൺഫറൻസ് മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകൻ എന്ന നിലയിൽ പലതരത്തിലുള്ള ഇപ്പോൾ ഒരു ജാതിയിലുണ്ടാവുന്ന നിയന്ത്രണങ്ങൾ, ഇപ്പോൾ ഒരു ജാതിക്കാർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വിവാഹത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ചിലവുകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് റാനഡെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പോളിസീസ് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാശ്ചാത്യ വിദ്യാഭ്യാസം, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യും. ഒരു പൂനെ സാർവജനിക് സഭ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനാ സമാജ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫോറംസ് അദ്ദേഹം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള ഇക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ ഇക്കണോമിക് ആയിട്ടുള്ള ചലഞ്ചസിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ആവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫ്രെഡറിക് ലിസ്റ്റ് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്ന റാനഡെ എന്ന് പറയുന്ന ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾക്കൊക്കെ തന്നെ ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
He identified various factors contributing to India's poverty, including agricultural dependence, industrial backwardness, and inadequate financial system. So, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാർഷികമായിട്ടുള്ള അല്ലെങ്കിൽ ആശ്രിതത്വം അല്ലെങ്കിൽ വ്യവസായികപരമായിട്ട് അവർ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥകൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അങ്ങനെ ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് മാറ്റുന്ന എല്ലാ ഘടകങ്ങളെയും അദ്ദേഹം തിരിച്ചറിയുകയും അതിനെതിരെ അതൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ റാനഡെ വിഷൻ ഇന്ത്യസ് എൻകമ്പോസ്ഡ് ബോത്ത് കൾച്ചറൽ പ്രിവെൻഷൻ ആൻഡ് പ്രോഗ്രസീവ് ചേഞ്ച് എയിമിംഗ് ടു ലിബറൽ സൊസൈറ്റി ആൻഡ് എംബ്രേസസ് മോഡേണിറ്റി വൈൽ റെസ്പെക്റ്റിംഗ് ഇറ്റ്സ് ഹെറിറ്റേജ് എന്നാണ്. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള രീതിയിലെല്ലാം സംരക്ഷിക്കുകയും ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് കൊണ്ടുവരണം. പക്ഷേ കുറച്ച് പുരോഗമനമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരുമ്പോൾ ഈ സാംസ്കാരികപരമായിട്ട് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അത് ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾ വരാനും ഒരു പൈതൃകത്തെ ബഹുമാനിക്കുന്നതിനൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ആധുനികതയെ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ കസ്റ്റംസിനെയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം ബഹുമാനിക്കുകയും പക്ഷേ ആധുനികതയെ കുറച്ച് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ലിബറൽ ഒരു സൊസൈറ്റീനെയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു തീക്ഷ്ണമായിട്ടുള്ളൊരു ദേശസ്നേഹിയും മതപരിഷ്കർത്താവും ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ ടോട്ടലായിട്ട് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു എം.ജി. റാനഡെ എന്ന് പറയുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1866 അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് അദ്ദേഹം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റിഫോമറും ഒരു ലിബറൽ പൊളിറ്റിക്കൽ തിങ്കറും അതുപോലെ തന്നെ ഇന്ത്യൻ ഇക്കണോമിക് മൂവ്മെൻറ്റിലെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരാളുമായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. ഒരു ഫെർഗൂസൺ കോളേജിലായിരുന്നു അദ്ദേഹം ആദ്യം പൂനെയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ എക്കോണമിക് റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. 1902 സജീവമായിട്ട് പൊളിറ്റിക്സിലേക്ക് പ്രവേശിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു അംഗമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. മഹാദേവ് ഗോവിന്ദ് റാനഡെയുടെ സാമൂഹികമായിട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഗോഖലെ തൻ്റെ ഒരു ഗുരുവിൻ്റെ എന്നുള്ള രീതിയിലാണ് മഹാദേവ് ഗോവിന്ദ് റാനഡയെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ സാമൂഹിക പരിഷ്കരണത്തിൻ്റെയും മാനവികതയുടെയും ഒക്കെ തന്നെ തത്വങ്ങൾ എന്ന് പറയുന്നത് റാനഡയുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സോ ബാലഗംഗാധര തിലക്, ദാദാഭായ് നവറോജി എന്നിവരോടൊക്കെ തന്നെ പലതരത്തിലുള്ള അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്കാവട്ടെ ഇന്ത്യക്കാർക്ക് കൂടുതൽ പൊളിറ്റിക്കലി കുറച്ചുകൂടി പ്രാതിനിധ്യം ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ പവറിലേക്ക് അധികാരത്തിലേക്ക് ഇന്ത്യക്കാരെത്തിക്കുക എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വാദിച്ചിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത്. 1905 ഗോഖലെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കുകയും അവിടുത്തെ അംഗങ്ങൾക്ക് ഇപ്പോൾ പോവേർട്ടീനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസസിനെ കുറിച്ചിട്ടൊക്കെ തന്നെ അതൊക്കെ ചെയ്യണമെന്നൊക്കെ തന്നെ പ്രതിജ്ഞയെടുക്കുകയും ഒരു ലിബറൽ എന്നുള്ള നിലയിൽ ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതായിട്ട് കണക്കാക്കുകയും ഓരോ പൗരൻ്റെയും ഓരോ സിറ്റിസൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇന്ത്യയിൽ ഒരു സ്വയം ഭരണം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഭരണത്തോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് എതിർപ്പിനേക്കാളും പലതരത്തിലുള്ള മാർഗങ്ങളിലൂടെ ഇന്ത്യൻ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മളീ പറയുമ്പോൾ ഏറ്റുമുട്ടലിനേക്കാളും കുറച്ചുകൂടി ഇന്ത്യക്കാർക്ക് കൂടി ഇൻവോൾവഡ് ആയിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടി നയങ്ങൾ കൊണ്ടുവരാമെന്നുള്ളായിരുന്നു അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഗോഖലെയുടെ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ തത്വചിന്തയിൽ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തെ എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നതിലും നവീകരിക്കുന്നതിലും ഗവൺമെൻറ്റിൻ്റെ ഒരു പങ്കിനെ കുറിച്ചിട്ട് അദ്ദേഹം ആ ഒരു ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ പലതരത്തിലുള്ള ലിബറൽ തിയറീസുമായിട്ട് അദ്ദേഹം യോജിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോഖലെ എന്ന് പറയുന്നത് ക്ലാസിക്കൽ ലിബറൽ ചിന്തകരിൽ നിന്ന് മാറി നിൽക്കുകയും പ്രത്യേകിച്ചും സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ വേണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇന്ത്യയെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് കുറച്ചുകൂടി പുരോഗതിയിലേക്ക് എത്തണമെന്നും അവർക്കൊരു വെൽഫെയർ വേണമെന്നും ധാർമ്മികവും ബൗദ്ധികവുമായിട്ടുള്ള രീതിയിൽ ഓരോ പൗരന്മാരും നല്ല രീതിയിലുള്ള താല്പര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ലിബർട്ടിക്കും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ എല്ലാ തരത്തിലും ഒരു വെൽഫെയർ നേഷൻ എന്നുള്ള രീതിയിലേക്ക് വരണമെന്നും ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രാമതലത്തിൽ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പലതരത്തിലുള്ള ബോർഡുകൾ, ജില്ലാ കൗൺസിലുകളൊക്കെ തന്നെ സൃഷ്ടിക്കണമെന്നും അതുപോലെ ഇന്ത്യൻ ഫിനാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചെലവും വരുമാനവും തമ്മിലൊരു ബാലൻസിൽ കൊണ്ടുപോകണമെന്നും നികുതി എന്ന് പറയുന്നതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം എന്നൊക്കെ തന്നെ അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇക്കണോമിക് ഐഡിയാസ് എന്ന് പറയുന്നത്. അതുപോലെ ലാൻഡ് റവന്യൂ സമ്പ്രദായത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഗോഖലെ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ നയങ്ങളെയൊക്കെ തന്നെ എതിർക്കുകയും അതുപോലെ കൃഷിക്കാർക്ക് ന്യായമായിട്ടുള്ള വരുമാനം അല്ലെങ്കിൽ അവരുടെ ഒരു വിഹിതം എന്നൊക്കെ പറഞ്ഞ് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള റവന്യൂ സ്രോതസ്സുകളുടെ ഒരു പോർഷൻ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള പരിഷ്കാരങ്ങളും നിർദ്ദേശിക്കുകയും പക്ഷേ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ഒരു പൊതുചെലവുകളൊന്നും വേണ്ട. അതായത് സാമ്രാജ്യത്തെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരുപാട് ചിലവുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്നും വേണ്ട. നല്ല ഉത്തരവാദിത്തമുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ഭരണം ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ സൗജന്യവും നിർബന്ധിതമായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്നൊരു ബില്ല് അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ട് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഗോഖലെ ഊന്നി പറയുകയാണ് അതിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻ്റർനാഷണൽ ട്രേഡിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് സ്വതന്ത്രമായിട്ടുള്ളൊരു വ്യാപാര നയത്തെ അദ്ദേഹം എതിർക്കുകയും ഇൻഡസ്ട്രിയൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ വ്യാപാര നയങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് നമ്മുടെ എല്ലാ തരത്തിലുള്ള അതായത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രേഡ് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഇൻ്റർനാഷണൽ ട്രേഡിന് അദ്ദേഹം പ്രാധാന്യം നൽകുന്നില്ല. നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ സെക്യൂർഡ് ആക്കി വെക്കണം എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള പോളിസീസിന് വേണ്ടിയിട്ട് അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇക്കണോമിക് ഐഡിയാസ് എന്ന് പറയുന്നത്. ഗാന്ധിയൻ എക്കണോമിക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഗാന്ധിജി ആരായിരുന്നു. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സെൻറ്റർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കേന്ദ്ര വ്യക്തിത്വമായിരുന്നു മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള പലതരത്തിലുള്ള ചിന്തയിലൂടെ രാജ്യത്തിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റസ്കിൻ, ടോൾസ്റ്റോയ്, തോറോ പോലെയുള്ള പലതരത്തിലുള്ള ചിന്തകരാലും ഇന്ത്യയിലുണ്ടായിരുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളാലും ഒക്കെ തന്നെ ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളൊക്കെ തന്നെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ജീവിതവും ഉയർന്ന ചിന്താഗതിയുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത് വളരെയധികം വിശാലമായിരുന്നു. ഗാന്ധിയുടെ സാമ്പത്തിക സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് 5 കാര്യങ്ങളിലാണ് അടിസ്ഥാനമായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതായത് ട്രൂത്ത്, സിംപ്ലിസിറ്റി, നോൺ വയലൻസ്, ഇഗാലിറ്റേറിയനിസം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ലേബർ. അതായത് ഈ 5 കാര്യങ്ങൾ എന്ന് പറയുന്നത് സത്യം, ലാളിത്യം, അഹിംസ, സമത്വവാദം, അധ്വാനത്തിൻ്റെ മാന്യത എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഗാന്ധിജിയുടെ 5 സാമ്പത്തിക സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. His economic thinking evolved through 3 distinct phases. A negative phase, അതായത് pre-1919, criticizing Western economic development. A positive phase, 1919 to 1934, advocating for Swadeshi or self-reliance. And a constructive phase, 1934 to 1948, focusing on practical solutions for village റീജനറേഷൻസ്. സോ ഇതിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ചിന്തയെ കുറിച്ചിട്ടാണ്. അദ്ദേഹം 3 കാലഘട്ടങ്ങളുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഇക്കണോമിക് തോട്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഘട്ടം എന്ന് പറയാം. അപ്പോൾ 1919 മുൻപുള്ളൊരു കാലഘട്ടം എന്താണ് പറയുന്നത്, അതായത് പാശ്ചാത്യമായിട്ടുള്ള ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നെഗറ്റീവ് ഫേസ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഫേസ് 1919 to 1934 വരെയുള്ള കാലഘട്ടമാണ്. അല്ലെങ്കിൽ സ്വദേശി അല്ലെങ്കിൽ സ്വാശ്രയത്തിന് വേണ്ടിയിട്ട് വാദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഗ്രാമങ്ങളുടെ പുനർജീവനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു 1934 to 1948 വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു നെഗറ്റീവ് ഘട്ടം എന്ന് പറയുന്നത് പാശ്ചാത്യപരമായിട്ടുള്ള വ്യവസായവൽക്കരണത്തിനെയും അതുപോലെ ടോട്ടലായിട്ടുള്ള ഉപഭോക്തൃത്വത്തെയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം നിരാകരിക്കുകയും കുറച്ചുകൂടി മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന അല്ലെങ്കിൽ ഹിന്ദു സ്വരാജിൽ തൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് ഘട്ടം എന്ന് പറയുന്നത് പാശ്ചാത്യ ഒരു റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഗാന്ധി എന്ത് ചെയ്തു, സ്വദേശി എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരികയും അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയ വ്യവസായങ്ങൾ, പ്രാദേശികമായിട്ടുള്ള ഒരു ഉൽപ്പാദനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ വിദേശ വസ്തുക്കളൊക്കെ തന്നെ ബോയ്ക്കോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് പോസിറ്റീവായിട്ടുള്ള ഒരു രണ്ടാമത്തെ ഫേസിലാണ്. ഇനി പലതരത്തിലുള്ള ഘട്ടങ്ങളിലേക്ക് മാറുമ്പോഴും ഗ്രാമങ്ങളുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഇക്കണോമിക് ഐഡിയാസ് റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൺസംഷൻ ഓഫ് എക്കണോമിക്സ്
കൺസംഷൻ ഓഫ് എക്കണോമിക്സിൽ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഗാന്ധി വ്യൂഡ് എക്കണോമിക്സ് എസ് എ മീൻസ് ടു അച്ചീവ് മെറ്റീരിയൽ പ്രോഗ്രസ്, സോഷ്യൽ ഹാർമണി ആൻഡ് മോറൽ അഡ്വാൻസ്മെൻറ്റ്. ഒരു ഭൗതികമായിട്ടുള്ള പുരോഗതി, സാമൂഹികമായിട്ടുള്ള ഒരു ഐക്യം, ധാർമ്മികമായിട്ടുള്ള പുരോഗതി എന്നിവ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നായിട്ടാണ് അദ്ദേഹം ഇക്കണോമിക്സിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ധനത്തിലുണ്ടാവുന്ന ലാഭത്തേക്കാൾ അദ്ദേഹം കുറച്ചുകൂടി മനുഷ്യൻ്റെ ക്ഷേമത്തിനാണ് ഇവിടെ മുൻഗണന നൽകുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കൺസംഷൻ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ്. ഉപഭോഗ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധി ഒപ്പോസ്ഡ് മാസ് കൺസംഷൻ ഓഫ് കൺസ്യൂമറിസം, അഡ്വക്കേറ്റഡ് ഫോർ സിംപ്ലിസിറ്റി ആൻഡ് റെസ്ട്രെയിൻറ്റ് ഇൻ കൺസംഷൻ. അപ്പോൾ ഈ ഉപഭോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺസംഷൻ എന്ന് പറയുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലും അതുപോലെ നിയന്ത്രണത്തിലും വിധേയമായിരിക്കണം എന്നാണ് അദ്ദേഹം വാദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ, അതായത് ഒരു സാധനം വാങ്ങുന്നത് നമ്മുടെ ആഗ്രഹത്തോട് കൂടിയിട്ടാണല്ലേ. അപ്പോൾ ആഗ്രഹങ്ങൾ, ആ കൺസംഷൻ റിലേറ്റ് ചെയ്യാവുന്ന ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പരിമിതപ്പെടുത്തുകയും, അതായത് ആ പരിമിതപ്പെടുത്തണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിലൊക്കെ തന്നെ അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് ഗ്രാമ സ്വരാജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇക്കണോമിക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാഴ്ചപ്പാടിൽ ഏറ്റവും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഗ്രാമ സ്വരാജ് എന്ന് പറയുന്നത്. ഗ്രാമം എന്ന് പറയുന്നത് സ്വയം പര്യാപ്തമാവുക എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇതിലൂടെ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത്. വൻതോതിലുള്ള വ്യവസായവൽക്കരണം, നഗരവൽക്കരണത്തിനൊക്കെ എതിരായിട്ട് എപ്പോഴും വികേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിൽ, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു നല്ലൊരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വാദിച്ചിട്ടുണ്ടായിരുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് സർവോദയാണ്. സർവോദയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവോദയ മീൻസ് യൂണിവേഴ്സൽ അപ്ലിഫ്റ്റ്മെൻറ്റ് വാസ് ഗാന്ധീസ് പ്ലാൻ ഫോർ നോൺ വയലൻറ്റ് സോഷ്യലിസം. അപ്പോൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള അപ്ലിഫ്റ്റ്മെൻറ്റ്, അതായത് എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരിക, സാർവത്രികമായിട്ടുള്ള ഒരു ഉന്നമനം എന്നുകൊണ്ടാണ് സർവോദയ, അതായത് സർവവും ഉദയം, അതായത് സർവോദയ എന്നുള്ള രീതിയിലാണ് അത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അഹിംസ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യലിസത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു ഗാന്ധിയുടെ ഈ ഒരു സർവോദയ എന്ന് പറയുന്ന ഒരു പദ്ധതി. ഇനി സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ ഒരു ഇക്വാളിറ്റിക്കും അതുപോലെ ടോട്ടലായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി വെച്ച് നോക്കുമ്പോൾ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടിരിക്കുകയും ടോട്ടലായിട്ട് ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് എത്തിക്കാനൊക്കെ തന്നെ സർവോദയ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. സ്വദേശി എന്ന് പറയുമ്പോൾ ഗാന്ധി സ്വദേശിയാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പലതരത്തിലുള്ള വ്യവസായങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വാശ്രയത്തിൻ്റെ ഒക്കെ തന്നെ പ്രതീകമായിട്ട് ഇപ്പോൾ ഗാന്ധിയുടെയൊക്കെ തന്നെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വാദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ തദ്ദേശീയമായിട്ടുള്ള വ്യവസായങ്ങളെ സംരക്ഷിക്കണം, പുനരുജ്ജീവിപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് അദ്ദേഹം ഈ ഒരു സ്വദേശി എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. വിദേശമായിട്ടുള്ള സാധനങ്ങളെയൊക്കെ തന്നെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, അതൊക്കെ തന്നെ ബോയ്ക്കോട്ട് ചെയ്യുക എന്നാണ് അദ്ദേഹം ഇതിലൂടെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസം റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധി എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തന്നെ അല്ലെങ്കിൽ മനുഷ്യരാശിയിലെ ഏറ്റവും വലിയൊരു ശാപമായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. വലിയ തോതിലുള്ള ഒരു വ്യവസായവൽക്കരണത്തെ അദ്ദേഹം എതിർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വ്യവസായവൽക്കരണം എന്ന് പറയുന്നത് ചൂഷണത്തിനും അല്ലെങ്കിൽ തൊഴിലില്ലായ്മയ്ക്കും ഒക്കെ തന്നെ കാരണമാവുകയെന്നും അതുപോലെ എക്കോണമി അല്ലെങ്കിൽ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെവൻത്ത് വൺ എന്ന് പറയുന്നത് ട്രസ്റ്റിഷിപ്പാണ്. അതായത് സമ്പത്തിൻ്റെ സമത്വമായിട്ടുള്ള വിതരണത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ക്ഷേമം അതിലൂടെ ഉറപ്പാക്കുക എന്നുള്ളതിലാണ് ട്രസ്റ്റിഷിപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ സാമൂഹിക സ്വത്തുക്കളും വിശ്വാസത്തിലും ഒക്കെ തന്നെ സൂക്ഷിക്കുന്നതിനും സ്വാർത്ഥമായിട്ടുള്ള രീതിയിൽ, അതായത് ഒരാളും സെൽഫിഷ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരുടെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം ഓരോന്ന് യൂസ് ചെയ്യാണ്ട് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്ന നല്ല രീതിയിൽ പൊതു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം വാദിച്ചു. എയ്ത്ത് വൺ എന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷനാണ്. ഗാന്ധി ഈ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് പറഞ്ഞത് വികേന്ദ്രീകരണമാണ്. അതായത് വികേന്ദ്രീകരണം എന്ന് പറയാൻ നമുക്കറിയാം ടോട്ടലായിട്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൊണ്ടുവരികയും എല്ലാ സെക്ടേഴ്സിലും എല്ലാവർക്കും ആക്സസ് ഉണ്ടാവുകയും അതുപോലെ വ്യവസായങ്ങളുടെ കേന്ദ്രീകരണത്തെ എതിർക്കുകയൊക്കെ തന്നെ ഇതിലൂടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉൽപ്പാദനത്തിൻ്റെ ചൂഷണം, അതായത് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് കുറയ്ക്കുകയും ഒരു സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ളൊരു ഐക്യം ഇതിലൂടെ ഉണ്ടാവുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഡീസെൻട്രലൈസേഷനിലൂടെ. അതുപോലെ നമ്മൾ ഈ പറയുമ്പോൾ ടോട്ടലായിട്ട് എല്ലാവർക്കും എല്ലാത്തിലേക്കും ആക്സസ് ലഭിക്കുകയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടിരിക്കുകയും കോപ്പറേറ്റഡ് ആയിട്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമായിരുന്നു ഇത്. അപ്പോൾ ഇതാണ് ഗാന്ധിയുടെ ഇക്കണോമിക് ഐഡിയാസ് എന്ന് പറയുന്നത്. 8 പറഞ്ഞിട്ടുണ്ട്. ആ 8 നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഗാന്ധിയുടെ ഇക്കണോമിക്സ് ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് കുറച്ചുകൂടി ആഡ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി BR അംബേദ്കറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ, ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായിരുന്നു BR അംബേദ്കർ എന്ന് പറയുന്നത്. സാമൂഹിക നീതിയും സമത്വവും ഒക്കെ തന്നെ അടിസ്ഥാന തത്വങ്ങളാണെന്ന് അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹി ക്യാമ്പെയിൻഡ് എഗെയിൻസ്റ്റ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സാമൂഹികമായിട്ടുള്ള വിവേചനത്തിന് എതിരെയാണ്
BR അംബേദ്കർ ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ദളിതരോടുള്ള അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടിയൊക്കെ തന്നെ അദ്ദേഹം വാദിക്കുകയും പ്രചാരണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം ഉൾക്കൊള്ളുകയും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സംസ്ഥാന ആസൂത്രണത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് അദ്ദേഹം ഊന്നി പറയുന്നത്. ഒരു രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറമായിട്ട് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ തത്വചിന്തകൻ എന്നതിൻ്റെ അപ്പുറമായിട്ട് അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഒരു നിയമജ്ഞനും അതുപോലെ ഒരു സോഷ്യൽ റിഫോമറും ഒക്കെ തന്നെയായിരുന്നു BR അംബേദ്കർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹി സെർവ്ഡ് ആസ് ബ്രിട്ടീഷ് ഇന്ത്യാസ് മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് ലേറ്റർ ആസ് ഇന്ത്യാസ് ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തൊഴിൽ മന്ത്രിയായിട്ടും ഇന്ത്യയുടെ ആദ്യത്തെ നിയമനീതി മന്ത്രിയായിട്ടൊക്കെ തന്നെ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ എക്കണോമിക്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അഗ്രികൾച്ചർ എക്കണോമിക്സ് ഓഫ് സോഷ്യലിസം, എക്കണോമിക്സ് ഓഫ് കാസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ എക്കണോമിക്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ക്രിട്ടിക് ദ അൺസൗണ്ട് ഫിസിക്കൽ പോളിസി ഓഫ് ഇമ്പീരിയൽ ഫിനാൻസ്, അഡ്വക്കേറ്റഡ് ഫോർ ഇക്വിറ്റബിൾ ടാക്സേഷൻ ആൻഡ് പ്രൊഡക്റ്റീവ് പബ്ലിക് വർക്ക്സ്. സോ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ധനകാര്യത്തിൻ്റെ ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ധനനയത്തെ അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നികുതി എന്ന് പറയുന്നത് തുല്യമായിരിക്കാമെന്ന് അദ്ദേഹം വാദിച്ചിട്ടുണ്ടായിരുന്നു. അപകടകരമായിട്ടുള്ള രീതിയിൽ റവന്യൂ സംവിധാനങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ആളുകളുടെ നികുതി ശേഷി, അതായത് അവരുടെ ഒരു എബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അവർക്ക് ടാക്സ് പേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നും ഒരു പൊതുവായിട്ടുള്ള രീതിയിൽ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ഇനി അഗ്രികൾച്ചർ എക്കണോമിക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈഡ് സോഷ്യൽ എക്കോണമി മാൽജസ്റ്റഡ് ആസ് എ റൂട്ട് കോസ് ഓഫ് സ്മോൾ ഹോൾഡിംഗ്സ്, proposed industrialization to alleviate agricultural challenges, advocated for the optimal combination of factors and transfer of idle labor to non-agriculture sectors. സോ അഗ്രികൾച്ചർ ഇക്കണോമിക്സിനെ സംബന്ധിച്ച് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറിൽ ഒരു ചലഞ്ചസ് ഉണ്ടാക്കുമെന്നും അതായത് കാർഷിക വെല്ലുവിളികളൊക്കെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യവസായവൽക്കരണം ഉണ്ടാവുമെന്നും അതുപോലെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഈ പറയുന്ന സ്മോൾ ഇൻഡസ്ട്രീസിനൊക്കെ തന്നെ വലിയ രീതിയിൽ ഇഷ്യൂ ആയിട്ട് മാറുന്നതെന്നും അതുപോലെ എല്ലാ റിസോഴ്സസിൻ്റെയും ഒപ്റ്റിമലായിട്ടുള്ള രീതിയിൽ ഒരു സംയോജനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ തൊഴിലാളികൾ എന്ന് പറയുന്നത് കാർഷികേതര മേഖലകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അതായത് എല്ലാ തരത്തിലുള്ള ഇൻഡസ്ട്രീസിലും എല്ലാവിടെയും ആളുകൾ വർക്ക് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അഗ്രികൾച്ചറൽ എക്കണോമിക്സിൽ പറയുന്നത്. അതുപോലെ സോഷ്യലിസത്തിൻ്റെ ഒരു സാമ്പത്തിക വശം എന്നുള്ള രീതിയിലാണ് പറയുന്നത് എക്കണോമിക്സ് ഓഫ് സോഷ്യലിസം എന്ന് പറയുന്നത്. അപ്പോൾ വ്യവസായങ്ങളുടെയൊക്കെ തന്നെ ഒരു സ്റ്റേറ്റ് സോഷ്യലിസത്തിനാണ് അദ്ദേഹം നേതൃത്വം നൽകിയത്. നമ്മളെ ലാൻഡിലൊക്കെ തന്നെ വളരെ കൂട്ടായിട്ടുള്ളൊരു കൃഷിയും അതുപോലെ സ്റ്റേറ്റിന് ഒരു ഉടമസ്ഥാവകാശം നിർദ്ദേശിക്കുന്നു. ഇൻഷുറൻസ് മേഖല അല്ലെങ്കിൽ നിർബന്ധിത ഇൻഷുറൻസിനും അതുപോലെ തന്നെ എല്ലാത്തിനും വേണ്ടിയിട്ട് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇക്കണോമിക്സ് ഓഫ് കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ജാതി വ്യവസ്ഥയും അതുപോലെ അതിൻ്റെയൊക്കെ തന്നെ വളരെയധികം പ്രശ്നങ്ങളെയൊക്കെ തന്നെ അദ്ദേഹം വിമർശിക്കുന്നു. ജാതി അടിസ്ഥാനത്തിലുണ്ടാവുന്ന ഒരു ലേബേഴ്സിൻ്റെയൊക്കെ അതായത് തൊഴിൽ വിഭജനം എന്ന് പറയുന്നത് മൊത്തത്തിൽ ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാവുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എല്ലാവരുടെയും സമത്വത്തിന് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ട് അദ്ദേഹം വാദിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം അതൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് ദ വേജ് ഗുഡ്സ് മോഡൽ എന്നാണ്. സോ ഇത് എന്താണ് വേജ് ഗുഡ്സ് മോഡൽ എന്ന് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതായത് CN വക്കീലും PR ബ്രഹ്മാനന്ദയും തമ്മിൽ അവരൊരുമിച്ചുണ്ടായിരുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. സോ പ്ലാനിങ് ഫോർ എ എക്സ്പാൻഡിങ് എക്കോണമി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അവർ എങ്ങനെ എക്കോണമീനെ വളർത്താം എന്ന് പറയുന്ന ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള പദ്ധതികളെയും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ മെഹൽനോബിസിൻ്റെ നേതൃത്വത്തിലുള്ള സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് തെറ്റാണെന്ന് അവർക്ക് തോന്നുകയാണ്. ഓക്കെ, അപ്പോൾ ധാരാളം പണം ആവശ്യമുള്ള ഒരുപാട് വലിയ പ്രൊജക്ട്സുകൾ ആ ഒരു സമയത്ത് ഉണ്ടാകുന്നു, 2ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത്. സോ ഇതെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എമൗണ്ട് ഏതിനാണ് വേണ്ടത് അതുപോലത്തെ പ്രൊജക്റ്റുകളാണ് വരുന്നത്. പക്ഷെ അവർ വിശ്വസിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആളുകൾക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഭക്ഷണമാവട്ടെ വസ്ത്രമാവട്ടെ അങ്ങനെ അവരുടെ ഡെയിലി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പോളിസീസിൽ കുറച്ചുകൂടി ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. ആരൊക്കെ? CN വക്കീലും PR ബ്രഹ്മാനന്ദയും. അപ്പോൾ അവരുടെ ഒരു തിയറിയാണ് ദ വേജ് ഗുഡ്സ് മോഡൽ എന്ന് പറയുന്നത്. സോ ഇന്ത്യ
ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഒരുപാട് തരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും നമ്മുടെ എക്കോണമി കുറച്ചുകൂടി വളരുമെന്നും അവർ പറഞ്ഞു. ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ കുറച്ചുകൂടി നിക്ഷേപം നടത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് തരത്തിലുള്ള അടിസ്ഥാനമായിട്ടുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ഇന്ത്യക്ക് കുറച്ചുകൂടി പണം ലാഭിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഒരുപാട് ആൾക്കാരുടെ ഹാപ്പിനെസ് കിട്ടുകയും ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന്. സോ ഈ ഒരു ആശയമാണ് അവർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എങ്ങനെ സാധ്യമാക്കാം എന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ CN വക്കീലും PR ബ്രഹ്മാനന്ദിയും ചേർന്നിട്ട് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അതായത് പണപ്പെരുപ്പം, അതായത് വില എന്ന് പറയുന്നത് ഉയരാൻ പാടില്ല, ഓരോ വർഷവും എത്രത്തോളം സമ്പാദിക്കണം, അതുപോലെ ചില കാര്യങ്ങൾക്ക് ഇത്ര മാത്രം പണം ചെലവഴിക്കണം, അതുപോലെ നിത്യോപയോഗമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇതൊക്കെയാണ് ഇന്ത്യ കുറച്ചുകൂടി ലക്ഷ്യമിടേണ്ടത് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ജനസംഖ്യ വളർച്ചയുടെ വേഗത, അതായത് നമ്മുടെ റാപ്പിഡായിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കണമെന്ന് പറഞ്ഞു. സോ ഈ ആശയങ്ങളൊക്കെ തന്നെ ഇന്ത്യനെ കുറച്ചുകൂടി ഗ്രോ ചെയ്യാനും ഡെവലപ്പ് ആക്കാനും വേണ്ടിയിട്ട് കാരണമാവുന്നു. സോ ഒരു സാധാരണ ആളുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലും ഇന്ത്യയുടെ എക്കോണമി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്നും അവർ പറഞ്ഞു. സോ ഇതാണ് വേജ് ഗുഡ്സ് മോഡൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അമർത്യ സെന്നിനെ കുറിച്ചിട്ടാണ്. 1933 പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതനിലാണ് അമർത്യ കുമാർ സെൻ ജനിച്ചത്. 1998 സാമ്പത്തിക ശാസ്ത്രജ്ഞനുള്ള ഒരു നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1999 ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. സെൻ ഓൾസോ ട്രസ്റ്റി ഓഫ് ഇക്കണോമിക്സ് ഫോർ പീസ് ആൻഡ് സെക്യൂരിറ്റി. സോ ഹിസ് research areas include famine, human development theory, welfare economics, poverty mechanisms, gender inequality and political liberalism. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗവേഷണ മേഖലകൾ എന്ന് പറയുന്നത് പട്ടിണിയാവാം, മാനവ വികസന സിദ്ധാന്തമാവാം, ക്ഷേമം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാവാം, അങ്ങനെ പല രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണ മേഖലകൾ എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള ദാരിദ്ര്യ സംവിധാനങ്ങൾ, അസമത്വത്തെക്കുറിച്ചിട്ട്, രാഷ്ട്രീയമായിട്ടുള്ള ലിബറലിസം ഒക്കെ തന്നെ ഇതിനകത്തുണ്ട്. ടൈം മാഗസിൻ ലിസ്റ്റഡ് ഹിം എമംഗ് ദ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ വേൾഡ് ഇൻ 2010. 2010 100 ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പീപ്പിളുടെ ലിസ്റ്റിൽ ടൈം മാഗസിൻ അമർത്യ സെന്നിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻസ് വർക്ക് ഗ്രീറ്റ്ലി ഇമ്പാക്ട്സ് വെൽഫെയർ എക്കണോമിക്സ്, സോഷ്യൽ ചോയ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്. അപ്പോൾ സെന്നിൻ്റെ വർക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത് വെൽഫെയർ എക്കണോമിക്സിലും സോഷ്യൽ ചോയ്സിലും ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിലും ഒക്കെ തന്നെയാണ്. ഹി വാല്യൂസ് എത്തിക്സ് ആസ് മച്ച് ആസ് ഇക്കണോമിക്സ് ആൻഡ് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂസ് ആൻഡ് എത്തിക്സ് ഇൻ ഹേഴ്സ് വർക്ക്. അപ്പോൾ സെൻ കുറച്ചുകൂടി വാല്യൂ ഓറിയൻറ്റഡ് ആണ്. നമ്മൾ പല തരത്തിലുള്ള തിയറീസ് കാണുമ്പോഴും ഒരു ഹ്യൂമൻ്റെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ അവരുടെ ചോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമർത്യ സെൻ കൂടുതലായിട്ടും സ്ട്രെസ് ചെയ്യുക. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി വാല്യൂ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ എത്തിക്സ് ഓറിയൻറ്റഡ് ആയിട്ടാണ് എക്കണോമിക്സിനെ കുറിച്ച് പറയുന്നത്. ഹിസ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ് ഇൻക്ലൂഡ് തിയറീസ് ഓഫ് ഇനെക്വാളിറ്റി, സോഷ്യൽ ചോയ്സ് ആൻഡ് പോവേർട്ടി മെക്കാനിസം. ഇതിൽ പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പോയിൻറ്റ്സിൽ അദ്ദേഹം എവിടെ പഠിച്ചു, അതുപോലെ തന്നെ അദ്ദേഹം ത്രിഗുണ സെൻ എന്ന് പറയുന്ന ആൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ അദ്ദേഹത്തിനെ പ്രൊഫസർ ആൻഡ് ഫൗണ്ടർ ഹെഡ് ഓഫ് എക്കണോമിക്സ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ PhD അവിടെ ട്രിനിറ്റി കോളേജിലാണ് ചെയ്തത്. അതുപോലെ തന്നെ ചോയ്സ് ഓഫ് ടെക്നിക്സ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൽ പറയുന്നുണ്ട്. അതുപോലെ സെൻസ് ബുക്സ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഓവർ 30 ലാംഗ്വേജസ്. 30-ലധികം ഭാഷകളിലേക്ക് സെന്നിൻ്റെ ഓരോ പുസ്തകങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കളക്റ്റീവ് ചോയ്സ് ആൻഡ് സോഷ്യൽ വെൽഫെയർ, ഓൺ ഇക്കണോമിക് ഇനക്വാളിറ്റി, പോവേർട്ടി ആൻഡ് ഫെമൈൻസ്, എസേ ഓൺ ദ എൻലൈറ്റ്മെൻറ്റ് ആൻഡ് ഡിപ്രിവേഷൻ എന്നൊക്കെ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബുക്സ് എന്ന് പറയുന്നത്. His recent works include Development as Freedom and the Idea of Justice, where he introduced the concept of capability as a measure of development. നമ്മൾ capability approach പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഫോക്കസിങ് ഓൺ എൻഹാൻസിങ് ഹ്യൂമൻ ഫങ്ഷനിങ് എന്നുള്ള കാര്യങ്ങൾ. സോ അദ്ദേഹത്തിൻ്റെ ഒരുപാട് തരത്തിലുള്ള റൈറ്റിങ്സിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി വെക്കുക. പിന്നെ അമർത്യ സെന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത നമ്മൾ ഓൾറെഡി ഈ പറയുന്ന തിയറീസൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തിയറീസൊക്കെ തന്നെ അമർത്യ സെൻ ചോദിക്കുന്ന സമയത്ത് ആഡ് ചെയ്യേണ്ടി വരും.